നേരത്തെ കണ്ടു. നമ്മുടെ മലയാളി സഹോദരിമാർ ഇവിടെ അന്യായമായ തടങ്കലിലാണ്. ഒരു ന്യായമില്ലാത്ത തടങ്കൽ. ആ അന്യായമായ തടങ്കലിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ജനപ്രതിനിധി മാത്രമല്ല, ഓരോ പൗരന്റെയും ആവശ്യമാണ്. കാരണം ഇന്ന് ഈ കന്യാസ്ത്രീയാണെങ്കിൽ നാളെ നമ്മളാണ്, നിങ്ങളാണ്. അതുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇതിന് അന്ത്യമുണ്ടാവില്ല എന്നുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ. ഇന്ന് ജാമ്യം കിട്ടുന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്ക്. തീർച്ചയായിട്ടും കോടതി ഇതെല്ലാം കാണുമല്ലോ. ഇവിടെ തെറ്റ് ചെയ്യാത്തവരെ ഇവിടെ ജയിലിൽ അടച്ചിരിക്കുന്നു. എന്താണ് അവർ ചെയ്ത തെറ്റ്? ഈ രാജ്യത്ത് യാത്രാ സ്വാതന്ത്ര്യം ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്ത് ആരെങ്കിലും മറ്റൊരാളുടെ കൊടുത്ത് യാത്ര ചെയ്യുന്ന തടഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പ്രായപൂർത്തിയായവർ സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീമാരോടൊപ്പം പോയപ്പോൾ അവരെ തുറങ്കലടയ്ക്കുവാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ പറ്റി എന്തു പറയാനാണ്? അത് ഫാസിസ്റ്റ് മുഖമാണ് എന്ന് പറയേണ്ടി വരും. പുറത്തിറങ്ങുന്നതോടുകൂടി പ്രശ്നം അവസാനിക്കുന്നില്ലല്ലേ? ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ഇതിനെതിരെ പ്രതികരണം ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് നേതൃത്വത്തിൽ ശക്തമായ സമരം. ഞാൻ ഇന്ന് വന്ന് അന്വേഷിച്ചു. പലരും പറയുകയാണ് ഇവിടെ സമരമില്ല. ഞാനിപ്പം അവിടുത്തെ സ്പോക്സ് പേഴ്സൺ എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹം ദിവസവും ചാനലിൽ പോയി ഇതിനെതിരെ പ്രതികരിക്കുന്നു. 50 സമരമെങ്കിലും ഛത്തീസ്ഗഡിൽ നടന്നു കഴിഞ്ഞു എന്നുള്ളത്. ദിവസവും സമരമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഛത്തീസ്ഗഡിലും ഇന്ത്യ ഒട്ടുക്കും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും. കേരളത്തിലൊരു നയവും ഛത്തീസ്ഗഡിലൊരു നയവും ഞങ്ങൾക്കില്ല.